വണക്കം ഗൈസ്, വണക്കം. പുതിയൊരു തമിഴ് കയറി വരിക. ഓഫീസിലും സൈറ്റിലെല്ലാം ഇപ്പോൾ കൂടെ തമിഴ് ആളുകളാണുള്ളത്. അത് കാരണം എപ്പോൾ സംസാരിക്കുമ്പോഴും തമിഴാണ് കയറി വരുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പുലികളാവും, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ. അത് കാരണം പലർക്കും അഡീഷണൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവും. പലരും ചിലപ്പോൾ ആവശ്യത്തിനും അല്ലാതെയും വെറുതെയൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ കാണുന്ന അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതുതായി വരുന്ന ഇൻ്റർഫേസിൽ ഡീആക്ടിവേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിലൊന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഒന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതുമാണ്. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് തന്നിട്ടുള്ള രണ്ട് ഓപ്ഷനാണ്. ഒന്ന് പെർമനൻ്റ് ആയിട്ടും ഒന്ന് ടെമ്പററി ആയിട്ടും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് അഡീഷണൽ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്കിത് അങ്ങനെ ആവശ്യമില്ല. ഇത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താണ്. അതുകൊണ്ട് നമുക്കിത് പെർമനൻ്റ് ആയിട്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലും ഞാൻ കണ്ടിന്യൂ ആണ് കൊടുത്തത്, കാരണം ഇത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി താൽക്കാലികം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് കണ്ടില്ലേ, ടു കീപ്പ് മെസ്സഞ്ചർ കീപ്പ് ചെയ്യണോ, അതുപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണിക്കാം, ഡൗൺലോഡ് യുവർ ഫേസ്ബുക്ക് ഇൻഫർമേഷൻ. അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല, താൽക്കാലികം ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് നേരെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡുമാണ് കാണിക്കുക. അപ്പോൾ അത് നമ്മൾ കറക്റ്റ്, കാരണം നമ്മൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്വേഡ് എന്താണോ അത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഡിലീറ്റ് പ്രൊഫൈൽ അടിക്കുക. അതടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒറ്റൊന്നേ ഉള്ളൂ. ആദ്യം റിയാസ് എന്നുള്ള സെക്കൻഡ് അക്കൗണ്ട് കൂടെ കാണിച്ചിരുന്നതാണ്. ഓക്കെ, സംഭവം വെരി സിമ്പിളാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ച് നീട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതും കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്താൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.